2006 ദി ഉമൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡേമിയൻ എന്ന് പറയുന്ന ഒരു ചെകുത്താൻ്റെ കുട്ടീനെ പറ്റിയിട്ടാണ് ഈ സിനിമ സംസാരിക്കുന്നത്. റോബർട്ട് ആൻഡ് കാത്തറിൻ്റെ എന്താ പറയുക ദത്തുപുത്രനായിട്ടാണ് ഡേമിയൻ വരുന്നത്. ആൻഡ് ഡേമിയൻ ഒരു 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 ചെകുത്താൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക വാണി തരാനായിട്ടൊരു ഫാദർ വരുന്നു. പിന്നീടുള്ള കഥാതീന്തു റോബർട്ട് മനസ്സിലാവുകയാണ് ഇത് ചെകുത്താൻ്റെ കുട്ടി തന്നെയാണ്, നമുക്ക് ഇങ്ങനെ കൊന്നേ പറ്റൂ എന്ന രീതിയിലുള്ള പിന്നീടുള്ള കുറച്ച് രംഗങ്ങളാണ്. കഥയുടെ അവസാനം എന്താ നടക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇങ്ങനെ സിനിമയിൽ അവസാനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഹോളിവുഡ് സിനിമയാണ്. ദേ നെവർ സക്സീഡഡ് ഇൻ കില്ലിങ് ദ ചൈൽഡ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ ഡിഡ് ഡേമിയൻ കം ഫ്രോം, എങ്ങനെയാണ് ഡേമിയൻ ഉണ്ടായത്, ഒരു ഹ്യൂമൻ ഫോമിൽ ചെറുപ്പം കുട്ടി തന്നെ എങ്ങനെ ഡിവിൾ ആയി മാറി എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ദി ഫസ്റ്റ് വുമൻ. സോ ദ വുമൻ ഫ്രാഞ്ചൈസിൽ 6ാമത്തെ പടമാണ് ദ ഫസ്റ്റ് വുമൻ ആൻഡ് ഇറ്റ്സ് എ പ്രീക്വൽ ടു ദ സിനിമ കോൾഡ് ദ വുമൻ. സോ കഥ നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഡേമിയൻ എങ്ങനെ ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ഉണ്ടാവുന്നു, ആരാണ് ഇതിൻ്റെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊരു ഒരു എക്സ്പ്ലനേഷൻ ഈ സിനിമ തരുന്നുണ്ട്. ദഹിക്കാത്ത ഒരു കാര്യം, എന്തിന് ആൻറ്റി ക്രൈസ്റ്റിനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പുഷപ്പ് ചെയ്യണം, പമ്പ് ഔട്ട് ചെയ്യണം എന്നുള്ളൊരു റീസൺ ഈ സിനിമയിൽ പറയുന്നുണ്ട്. കൂടുതൽ അറിയാത്തവർക്ക് ബൈബിളിൽ ഇങ്ങനത്തെ ഒരു കഥയുണ്ട്, കമ്മിങ് ഓഫ് ദി ആൻറ്റി ക്രൈസ്റ്റ് വരുമ്പോഴാണ്, അതിന് ശേഷമാണ് ക്രൈസ്റ്റിൻ്റെ സെക്കൻഡ് വരുമെന്ന് പറയുന്നത്. സോ ആൻറ്റി ക്രൈസ്റ്റ് വന്നു കഴിഞ്ഞാൽ പള്ളിയിലേക്ക്, ദി ചർച്ച്, അങ്ങോട്ടേക്ക് കുറേ ആൾക്കാർ ആകൃഷ്ടനാകും എന്ന ഒരു ധാരണ പള്ളിയിലുള്ള കുറച്ച് പേർക്ക് ഉണ്ടാവുകയാണ്. സോ അവർ ഒരു ടീം ഗ്രൂപ്പപ്പ് ചെയ്തിട്ട് ഉള്ളിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫീമെയിൽ സിസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവരൊക്കെ ഡേവിഡിൻ്റെ മുന്നിൽ കൊണ്ട് ഇരുത്തി ഡേവിഡിനെ ആരാധിച്ചിട്ട് അവരെ കൊണ്ട് ഡിഗോൾഫി ചെയ്ത് പ്രഗ്നൻസി ആക്കാം. സോ ഇവരെപ്പോഴും ഇങ്ങനെ ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടാകുന്ന കുട്ടികളെല്ലാം ഡിഫോംഡ് ആവുക, അല്ലെങ്കിൽ മരിച്ചു പോവുക, അങ്ങനെ ഓരോന്ന്. പക്ഷേ ഒരെണ്ണത്തിൽ സക്സീഡ്, 1-2 സക്സീഡ് ആവുന്നുണ്ട്. സോ അവർ ഇങ്ങനത്തെ ഒരു മാർഗരറ്റ് എന്ന് പറഞ്ഞ സിസ്റ്ററെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് നന്നായി കബളിപ്പിച്ചിട്ട് നൈസായിട്ട് ഡിവിളുടെ മുന്നിൽ കൊണ്ടിരുത്തി പ്രഗ്നൻസി ആക്കിയിരിക്കുന്നു. അങ്ങനത്തെ ട്വിൻസ് ഉണ്ടാവുകയാണ് മാർഗരറ്റിന്, ഒരു പെൺകുഞ്ഞും ആൺകുഞ്ഞാണ് ഡേമിയൻ. സിസ്റ്റേഴ്സിന് മനസ്സിലാവണം മാർഗരറ്റ് ഒരു ഡെവിലിഷ് ക്യാരക്ടറുള്ള കക്ഷിയല്ല. സോ മാർഗരറ്റിൻ്റെ കയ്യിൽ നിന്ന് കുട്ടീനെ തട്ടിയെടുത്ത് കൊണ്ടുപോയി US അംബാസഡർ റോബർട്ട് ആൻഡ് കാതറിൻ കപ്പിൾസിന് കൊണ്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കഥയാണ് ദി വുമൻ. സോ അതിൻ്റെ പ്രീക്വലാണ് ഫസ്റ്റ് വുമൻ. ദി ഫസ്റ്റ് വുമൻ അത്ര വലിയ ഹൊറിഫിക്കേഷൻ ഒന്നുമില്ല, എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു ഇരുട്ട് മുരളിയും നമുക്ക് ഒറ്റയ്ക്ക് കാണാവുന്ന ലാഘവത്തോടുള്ള ഒരു ഹൊറർ മാത്രമേ സിനിമയിലുള്ളൂ. ആൻഡ് ഡെവിലിനെ പോർട്രേ ചെയ്യുന്നത് ഒരു എന്താ പറയുക ചെന്നായയുടെ രൂപത്തിലാണ്. അത് ഏറ്റവും അവസാനമാണ് കാണിക്കുന്നത്. ഒരു മിന്നായം പോലെ അവിടെ ഇന്ന് കത്തി പടരുന്ന അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെന്നായ ഇങ്ങനെ ഓടിയിടുന്ന ഒരു രീതി, അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ ദി നൺ, കോഞ്ചറിങ്, ദി നൺ 2 അതിൻ്റെ അത്ര ഹൊറർ ലെവലിലേക്ക് ഈ ഒരു പടം ഉയർന്നിട്ടൊന്നുമില്ല. അതിൻ്റെ ആവശ്യവും ഈ സിനിമയ്ക്ക് ഇല്ല. ബിക്കോസ് ആൾക്കാർ ഭീതിജനകമായി പേടിപ്പിക്കുന്നതല്ല ഈ ഒരു കഥ. ബട്ട് ഇറ്റ് ഗിവ് ആൻ എക്സ്പ്ലനേഷൻ. ഡേമിയൻ എന്തുകൊണ്ട് ഉണ്ടായി, അല്ലെങ്കിൽ ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പമ്പിങ് എന്തുകൊണ്ട് അത് ഫാസ്റ്റ് ആക്കണം എന്നൊരു ധാരണ പള്ളിയിലുള്ള കുറച്ച് പേർക്ക് വന്നത്. ലൈക്ക് ഒരു വിഫല ശ്രമം. ചർച്ചിൽ ആൾക്കാർ വരുന്നില്ല, ആൾക്കാർക്ക് വിശ്വാസം കുറഞ്ഞു തുടങ്ങി. അവരായിട്ട് തന്നെ ചിന്തിച്ചു, കുറച്ച് ആൻറ്റി ക്രൈസ്റ്റ് വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് സ്വാഭാവിക വിശ്വാസം വരും എന്നുള്ള വൃത്തികെട്ട ചിന്താഗതി ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ ആകർഷണമാകും എന്നുള്ളൊരു ധാരണ. അതാണ് സിനിമ സംസാരിക്കുന്നത്. സോ ദി ആൻറ്റി ക്രൈസ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഗൂഗിൾ ഇറ്റ്. ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി തന്നെയാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഫസിയാണ് പറയുന്നത്. ആൻഡ് എനിക്ക് റിസംബ്ലൻസ് തോന്നിയത് പാരി എന്ന് പറയുന്ന ഒരു ബോളിവുഡ് സിനിമയുണ്ട്, അനുഷ്ക അഭിനയിച്ച ഒരു ഹൊറർ സിനിമ, ആദ്യത്തെ അനുഷ്കയുടെ ഹൊറർ സിനിമ. ആ ഒരു സിനിമയുടെ സ്റ്റോറിയും ഈ ഒരു സിനിമയുടെ സ്റ്റോറിയും തമ്മിൽ നല്ല റിസംബ്ലൻസസ് ഉണ്ട്. ആൻഡ് ഈ ഒരു വർഷം 2024 ഹോളിവുഡിൽ നിന്ന് 2 ഹൊറർ സിനിമകളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അതിലൊന്നാണ് ദി ഫസ്റ്റ് വുമൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ദ ഇമാക്കുലേറ്റ് എന്ന് പറയുന്ന സിനിമ. ദ ഇമാക്കുലേറ്റ് എന്ന് പറയുന്ന സിനിമ ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രൊഫസി ചുറ്റുപറ്റിയിട്ട് തന്നെയാണ് ആ ഒരു കഥ നടക്കുന്നത്. പക്ഷേ ദ ക്ലൈമാക്സ് ഇസ് ഡിഫറെൻറ്റ്. കൊള്ളാം, കണ്ടിരിക്കാൻ. ബോറടിപ്പിക്കുന്ന പ്രത്യേകിച്ച് രംഗങ്ങളൊന്നുമില്ല, ബട്ട് യൂഷ്വലായിട്ടുള്ള ചില രംഗങ്ങളൊക്കെ ഉണ്ട്.
അത്ര ബോറടിപ്പിക്കുന്നൊന്നുമല്ല, കണ്ടിരിക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് മാർഗരറ്റ് എന്ന ക്യാരക്ടർ അഭിനയിച്ച ആ നടിയുടെ പേര് നീൽ ടൈഗർ ഫ്രീയസ്. കക്ഷി അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സോ കണ്ടിരിക്കാം. പിന്നെ ബാക്കിയുള്ള ഹൊറർ സിനിമകൾ കാണുന്ന പോലെ പെട്ടെന്ന് എടുത്ത് ചാടുക അല്ലെങ്കിൽ ഒരു ഭീകര രൂപം വരിക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഇരുട്ട് മുറിയിൽ നിന്ന് ഒറ്റയ്ക്ക് കാണാവുന്ന ലാഘവത്തോടുകൂടി കണ്ടിരിക്കാം. ഹൊറർ എലമെൻറ്റ് അല്ലെങ്കിൽ ഭീതിജനകമായിട്ട് തോന്നണം അല്ലെങ്കിൽ നമ്മളൊന്ന് ത്രസിപ്പിക്കുന്ന ആ വക ഫീലൊന്നും ഈ സിനിമ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ദി ഹ്യൂമൻ എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസി ഇഷ്ടപ്പെടുന്നവർക്ക്, ഫോളോ ചെയ്യുന്നവർക്ക് ഒരു നല്ലൊരു എക്സ്പ്ലനേഷനാണ് ദി ആൻറ്റിക്രൈസ്റ്റ് വേർ ഡിഡ് ഡേമിയൻ കം ഫ്രോം എന്ന് പറയുന്ന ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം എന്തായാലും കിട്ടി, കണ്ടു, ബോധിച്ചു, എത്തി. ഇന്ന് സിംഗിൾ വേർഡ് കണ്ടിരിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഇനി അടുത്ത സിനിമ റിവ്യൂ വരുന്നത് ഗോസ്റ്റ് ബസ്റ്റേഴ്സാണ്. DICE എന്തോ പേര്. അത് വന്നിട്ടുണ്ട്, കഴിഞ്ഞ മാസമായിരുന്നു റിലീസ്. ഇനി അത് കണ്ടിട്ട് വേണം അത് അവരെന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കാണിച്ചു വിട്ടിരിക്കുന്നത്. സോ ഗൈസ്, നെക്സ്റ്റ് മൂവി റിവ്യൂ ആയിട്ട് വരാം. അതുവരെയ്ക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ലോട്ട് ഓഫ് ഡിസ്റ്റർബൻസ്. പത്തെന്തോ ഓട്ടോറിക്ഷയിൽ ഒരു മരിപ്പുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഗൈസ്, അടുത്ത മൂവി റിവ്യൂ, സ്റ്റേ ട്യൂൺഡ്.